സംസ്ഥാനത്ത് നിപ ആശങ്ക ഒഴിയുന്നു. ഇന്ന് 42 സാമ്പിളുകൾ കൂടി നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പരിശോധന തുടരും. ചികിത്സയിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഇതിന്റെ വിശദാംശങ്ങളുമായി റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. റിയാസ്, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജാഗ്രത തുടരുന്നത്? 42 നെഗറ്റീവ് ആണ് എന്ന് തെളിഞ്ഞതോടുകൂടി കൂടുതൽ ആശ്വാസത്തിലേക്ക് നാം എടുത്തെറിയപ്പെടുകയാണ്. കോഴിക്കോട്ടെ ഏറ്റവും പുതിയ നിപ വിവരങ്ങളും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും റിയാസ്. അജിംഷാദ്, നിപ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം 51 സാമ്പിളുകളുടെ പരിശോധനാ ഫലമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി വരാനുണ്ടായിരുന്നത്. അത് ഇന്ന് രാവിലെയാണ് അതിൻ്റെ പരിശോധനാ ഫലത്തിൽ 42 ഫലം പുറത്തു വന്നത്. ആ 42 നെഗറ്റീവാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 9 കേസുകൾ, ഇന്നലത്തേതും ഇന്ന് രാവിലെ അയച്ച 30 കേസുകളും ഉൾപ്പെടെ ഇനിയിപ്പോൾ 39 പരിശോധനാ ഫലം കൂടി വരാനുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പും മന്ത്രിയും എല്ലാം ഉള്ളത്. എങ്കിൽ കൂടിയും ഈ കടുത്ത ജാഗ്രത തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 100ഓളം സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് പരിശോധനയ്ക്കായി. കാരണം ഈ പ്രത്യേകിച്ച് സമ്പർക്ക പട്ടികയിൽ നിലവിൽ ഉണ്ടായിരുന്ന 1192 പേരാണ്. ഇനിയും സമ്പർക്ക പട്ടികയുടെ നീളം വർദ്ധിക്കും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. കാരണം അവസാനം നിപ പോസിറ്റീവായ വ്യക്തിയുടെ പൂർണ്ണമായ സമ്പർക്ക പട്ടിക ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടികയുടെ നീളം ഇനിയും വർദ്ധിക്കും. സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരുടെയും പരിശോധന, പ്രത്യേകിച്ച് ഹൈറിസ്ക് കോണ്ടാക്റ്റുള്ള എല്ലാ ആളുകളുടെയും പരിശോധന നടത്തും എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു രോഗിയെ സംബന്ധിച്ച്, നിപ ബാധിതനെ സംബന്ധിച്ച് 21 ദിവസമാണ് അയാളുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, അതായത് നിരീക്ഷണ കാലയളവ് എന്നുള്ളത്. എങ്കിൽ കൂടിയും അത് ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായി കണക്കാക്കിക്കൊണ്ട് ഇവിടെയുള്ള കൺട്രോൾ സെൽ 42 ദിവസം എന്തായാലും പ്രവർത്തനം തുടരും. അതായത് അവസാനത്തെ നിപ പോസിറ്റീവ് ആരാണോ അയാൾ അത് കഴിഞ്ഞുള്ള 42 ദിവസം കൺട്രോൾ സെൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും എന്നറിയുന്നു. എങ്കിലും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് പിന്നീട് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അതായത് ഓഗസ്റ്റ് 30 മരണപ്പെട്ട മുഹമ്മദ് അലി ആണ് ആദ്യത്തെ ഈ ഒരു പോസിറ്റീവ് കേസ്. മാത്രമല്ല അതിനുശേഷം മറ്റ് 5 പേർ, രണ്ടാമത് ആരോഗ്യമന്ത്രി ഈ ഘട്ടത്തിൽ നമ്മളോട് മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരം കൂടി ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ റിയാസിലേക്ക് തിരിച്ചെത്താം. ഇന്നലെ രാത്രി പരിശോധനാ ഫലം പുറത്തുവന്ന 42 സാമ്പിൾസും നെഗറ്റീവാണ്. പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ സമ്പർക്കത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഏതാണ്ട് ഭൂരിഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര സംഘങ്ങൾ ഇന്നും ഫീൽഡിലുണ്ട്. അവർ 2018 എപ്പിക് സെന്റർ ആയിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തും. ആദ്യം അവിടെ എക്കോളജിക്കൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യസ്ഥിതി സ്റ്റേബിളാണ് എന്നുള്ളതാണ്. 21 ദിവസം എന്നുള്ളതാണ് കണക്ക്. അതിനുള്ളിൽ ആ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും രോഗമുണ്ടെങ്കിൽ അതിനകം വരികയും ചെയ്യും എന്നുള്ളതാണ്. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡാണ് സാധാരണ എടുക്കുന്നത്. അതാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഒരു 21 ദിവസം കൂടി, അങ്ങനെ 42 ദിവസമാണ് നമ്മുടെ ഈ സംവിധാനം, നിരീക്ഷണം, ഫീൽഡിലുള്ള ഈ ജാഗ്രത തുടരേണ്ടതായിട്ടുള്ളത്.